ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ സോലോജ്? കേൾക്കാം. അതായത് സേനാപതി വേണു ഉന്നയിച്ച വിഷയം കേരളത്തിലെ PSC തൊഴിൽരഹിതരായി നടക്കുകയാണ്. PSCയിലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. ആശാ വർക്കർമാരുടെ വേതനവും അതുമായി ബന്ധപ്പെട്ട് ഓണറേറിയം കൊടുക്കാത്തതുകൊണ്ട് അവർ ദുരിതത്തിലാണ്. വിലക്കയറ്റമാണ് സംസ്ഥാനത്ത്. വെളിച്ചെണ്ണയ്ക്ക് ഇത്ര രൂപയായി. ഇങ്ങനെയുള്ള ആ പിണറായിസത്തിനെതിരെയാണ് നിലമ്പൂരിൽ UDF വോട്ട് നേടിയെന്നാണ് സേനാപതി വേണു പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സേനാപതി വേണു ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അതിനകത്ത് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ആശാ വർക്കർമാരുടെ സമരം സംബന്ധിച്ചാണ്. ആശാ വർക്കർമാരുടെ സമരം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു കാര്യം, ആശാ വർക്കർമാരുടെ സമരത്തെ എന്തുകൊണ്ടാണ് UDF ഇത്രമാത്രം ശരിയാണ് എന്ന് പറയുമ്പോഴും UDF ആ സമരം ഏറ്റെടുക്കാത്തത്, അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ പ്രധാനപ്പെട്ട അവരുടെ തൊഴിലാളി സംഘടന എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന INDUC ആ സമരത്തെ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? UDFിലെ മറ്റ് പാർട്ടികൾ ആ വിഷയങ്ങൾ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? UDFിന് സിന്ദാബാദ് വിളിക്കുന്ന UDFിലെ വിവിധ പാർട്ടികളുടെ യുവജന സംഘടനകൾ ആ സമരത്തെ അഡ്രസ്സ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സമരം ഒരു കാരണവശാലും അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ആളുകൾക്ക് മുന്നിൽ ഞങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചാൽ ശരിയാവില്ല, അത് അങ്ങോട്ട് ചിലവാവില്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ആ സമരം അവർ ഏറ്റെടുക്കാതിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ന്യായമായിട്ടൊരു മുദ്രാവാക്യം ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ സമരം ഏറ്റെടുത്ത് UDFിൻ്റെ കരുത്ത് തെളിയിക്കാനുള്ള അവസരമല്ലേ അവർ കിട്ടിയിരുന്നത്. പക്ഷേ ആ സമരത്തെ പുറത്തുനിന്ന് ഇങ്ങനെ പിന്തുണക്കുക, ആ പാവപ്പെട്ട ആശമാരെ മുൻനിർത്തിയിട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ആ സമരത്തെ ഏറ്റെടുക്കാനോ ആ സമരത്തെ മുന്നോട്ട് നയിക്കാനോ UDFിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ആ സമരം തെറ്റായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല, കേരളത്തിൽ മാത്രമാണ് ഇത്രയും കൂടുതൽ തുക ആശാവർക്കർമാർക്ക് കൊടുത്തതെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ആ സമരം നടക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു. ഇത്തരം സ്കീം വർക്കേഴ്സിൻ്റെ പെടുന്ന ആളുകളെ തൊഴിലാളികളായി പരിഗണിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കേണ്ടത്. അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്ത നയങ്ങൾ തുടരുന്നത് കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനം തന്നെയാണ്. CAT ഉൾപ്പെടെയുള്ള വിവിധ തൊഴിലാളി സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് മുന്നിൽ കുറേ കാലമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മുൻനിർത്തുന്നതിന് പകരം കേന്ദ്രവിരുദ്ധമായി വളരേണ്ട ഒരു സമരത്തെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാർ, കേരളത്തിലെ UDF നേതാക്കന്മാർ എല്ലാം കൂടി ചേർന്നിട്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടന്നത്. ആ ശ്രമത്തിന് കേരളത്തിൽ നിന്ന് ഒരു പിന്തുണയും കിട്ടിയിട്ടില്ല. ആ സമരം ദയനീയമായി പരാജയപ്പെട്ടു പോയി എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. മറ്റൊന്നിപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. PSCയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട്. നമ്മുടെ കേരളത്തിലെ PSC നിയമനങ്ങളുടെ കണക്കുകൾ ഞങ്ങൾ പുറത്തുവിട്ട കണക്കല്ല, AKG സെൻ്ററിൽ നിന്ന് പുറത്തുവിട്ട കണക്കല്ല, UPSC പുറത്തുവിട്ട കണക്കുണ്ട്. ആ UPSC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു ശരാശരി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 100 നിയമനങ്ങൾ രാജ്യത്താകെ നടക്കുമ്പോൾ അതിൽ 44 നിയമനങ്ങൾ കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ ഒരു വലിപ്പം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയെല്ലാം നമുക്കറിയാലോ. അപ്പോൾ ഈ ചെറിയ കേരളത്തിൽ രാജ്യത്താകെ 100 നിയമനങ്ങൾ നടക്കുമ്പോൾ 44 അതിൽ കൂടുതലോ നിയമനങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം നല്ല നിയമനമാണ്, എത്രമാത്രം കൂടിയ നിയമനമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അത് അത്രയും നിയമനങ്ങൾ കൊണ്ട് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെല്ലാം തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തൃപ്തിപ്പെടില്ല. കാരണം കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് എല്ലാ മേഖലയിലും വലിയ നേട്ടങ്ങൾ കൈവരിച്ച നാടാണ്. അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ജോലി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അവരെല്ലാം ഉൾക്കൊള്ളാനാവുന്ന വിധത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആകെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മറ്റെല്ലാ ഇങ്ങനെയുള്ള പൊതുപരീക്ഷകൾ നടത്തി നിയമിക്കുന്ന സീറ്റുകളെല്ലാം പരിഗണിച്ചാൽ കൂടി വന്നാൽ ഒരു 5 ലക്ഷം ആളുകൾക്കാണ് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഓരോ വർഷവും ഉണ്ടാകുന്ന റിട്ടയർമെൻറ്റും അതിന് ആനുപാതികമായി ഉണ്ടാകുന്ന ഈ മേഖലയിലെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന നമുക്ക് ഉദ്യോഗാർത്ഥികൾ കുറേ പുറത്തു നിൽക്കേണ്ടി വരുന്ന നിലയുണ്ട്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നയങ്ങളും നിലപാടുകളും സ്റ്റാർട്ടപ്പുകളും അതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരാൻ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം പരിശ്രമങ്ങൾക്ക് ഗവൺമെൻറ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വലിയ അംഗീകാരം കേരളത്തിലെ ചെറുപ്പക്കാർ കൊടുക്കുന്ന നിലയുണ്ടായി. അതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പിലെല്ലാം വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമനങ്ങളുടെ കണക്ക് എങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാലും കേരളത്തിൽ അർഹരായ ആളുകളെ നിയമിക്കാൻ PSC സംവിധാനം ഫലപ്രദമാണ്. ആ കാര്യങ്ങളെല്ലാം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക്
കാണാൻ വേണ്ടി കഴിയും. ഏത് കണക്കുകൾ പരിശോധിച്ചാലും കേരളം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നും നമുക്ക് ആ കാര്യത്തിൽ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ ക്രൂരത അതുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷേ ഒരു ഘട്ടത്തിലും കേരളത്തിലെ കോൺഗ്രസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട നഷ്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനേ തയ്യാറാവുന്നില്ല. നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നേരത്തെ കിട്ടിയിരുന്ന തൊഴിലുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ BSNL എന്ന് പറയുന്ന സ്ഥാപനം നേരത്തെ ഏതാണ്ട് 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സ്ഥാപനമാണ്. ആ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ഏതാണ്ട് 60,000-ഓളം തൊഴിലാളികൾ, ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളൊക്കെ എവിടെ പോയി? ബാക്കി ആളുകളെല്ലാം നിർബന്ധിതമായിട്ട് അവരെല്ലാം VRS എടുത്ത് പോകുന്ന നിലയുണ്ടായി. അവിടെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ 3 ലക്ഷം തൊഴിലവസരം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വീട്ടിൽ പൊതുവിൽ ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്തെ തൊഴിലവസരമാണ്. ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്, മൊബൈൽ ഫോണിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, കണക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയ അവസരത്തിൽ ഒരു 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ട് BSNL മാറുമായിരുന്നു. പക്ഷെ അവിടെ തൊഴിലുണ്ടാവുന്നില്ല. ആരാതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തുന്നത്? ആ പ്രശ്നങ്ങൾ ഉയർത്താൻ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊരു BSNL മാത്രം കഥയല്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ LIC ഉണ്ട്. ബാങ്കിങ് സെക്ടറിൽ നടക്കുന്ന തൊഴിൽ നിഷേധമുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടമുണ്ട്. എയർ ഇന്ത്യ ടാറ്റ കൊടുത്തതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള തൊഴിൽ നഷ്ടമുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ, റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനങ്ങളേ നടക്കുന്നില്ല. അവിടെയെല്ലാമുള്ള ഒഴിവിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഉണ്ടാവുന്നു. ആ ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല. അപ്പോൾ അതെല്ലാം കേരളത്തിലെ